ായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലത്തെ ചിന്തനത്തിനായിട്ട് വായിപ്പാൻ ഉദ്ദേശിക്കുന്ന വേദഭാഗം ലൂക്ക് ചാപ്റ്റർ 16 നിന്നാണ്. ലൂക്ക് ചാപ്റ്റർ 16 ഫ്രം വേഴ്സസ് 1 to 12. ലൂക്ക് ചാപ്റ്റർ 16 വേഴ്സസ് 1 to 12. പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ കാര്യവിചാരകൻ, ഞാൻ എന്ത് ചെയ്യണ്ടു? യജമാനൻ കാര്യവിചാരത്തിൽ നിന്ന് എന്നെ നീക്കുവാൻ പോകുന്നു. കിളപ്പാൻ എനിക്ക് പ്രാപ്തിയില്ല, ഇരപ്പാൻ ഞാൻ നാണിക്കുന്നു. എന്നെ കാര്യവിചാരത്തിൽ നിന്ന് നീക്കിയാൽ അവരെന്നെ തങ്ങളുടെ വീടുകളിൽ ചേർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ചെയ്യേണ്ടത് എന്ത് എന്ന് എനിക്ക് അറിയാമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. പിന്നെ അവൻ യജമാനന്റെ കടക്കാരിൽ ഓരോരുത്തരെ വരുത്തി ഒന്നാമത്തവനോട്, നീ യജമാനെ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. 100 കുടം എണ്ണ എന്ന് അവൻ പറഞ്ഞു. അവൻ അവനോട്, നിന്റെ കൈച്ചീട്ട് വാങ്ങി വേഗം ഇരുന്ന് 50 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. അതിനുശേഷം മറ്റൊരുത്തനോട്, നീ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. 100 പറ ഗോതമ്പ് എന്ന് അവൻ പറഞ്ഞു. അവനോട്, നിന്റെ കൈച്ചീട്ട് വാങ്ങി 80 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചത് കൊണ്ട് യജമാൻ അവനെ പുകഴ്ത്തി. വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. അനീതിയുള്ള മമ്മോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യ കൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഇടയാകും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇത് കേൾക്കുമ്പോഴൊക്കെ ഒരു ഇച്ചിരി ഇറിറ്റേഷൻ തോന്നും. അതായത് ഈ കാര്യവിചാരകന് ചെയ്തത് വളരെ ആധാർമികമായ ഒരു കാര്യമാണ്. എന്നിട്ട് യജമാനൻ അവനെ പുകഴ്ത്തുക, നീ ബുദ്ധിയോടെ ചെയ്തു എന്ന് പറയുന്നു. ഇതുപോലെ തത്തുല്യമായ ഒരു ഭേദഭാവം നമ്മൾ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്. മനുഷ്യനെ ശങ്കയും ദൈവത്തെ ഭയവുമില്ലാത്ത ഒരു ന്യായാധിപനുണ്ടായിരുന്നു. എന്നാൽ അവനോട് മുട്ടിപ്പായിട്ട് അപേക്ഷിച്ച വിധവയുടെ കാര്യം അവൻ ഒടുവിൽ ചെയ്യുന്നു. ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ ശങ്കയില്ലാത്ത ആ മനുഷ്യൻ, ഇവണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇവിടെ ഒരു കോൺട്രവേഴ്സി കൊണ്ടുവരികയാണ്. ഈ ന്യായാധിപൻ ഗുണമുള്ളവനല്ല, അവന് ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ ശങ്കയുമില്ല. എന്നിരിക്കലും നിരന്തരമായ അപേക്ഷയ്ക്ക് അവനിൽ മാറ്റം വരുത്തി അവനെ കൊണ്ട് ആ വിധവയുടെ പ്രാർത്ഥന കേൾപ്പിച്ച് അവിടെ അപേക്ഷ സ്വീകരിപ്പിച്ചു എങ്കിൽ നല്ലവനായ നിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ലയോ എന്നാണ് അവിടെ ഇത്. അപ്പോൾ ഏറ്റവും അതിൻ്റെ ടോപ്പിലേക്ക് കൊണ്ടുപോയി ഏറ്റവും അധാർമികനായ മനുഷ്യനെ കാണിച്ചിട്ട് ഏറ്റവും നല്ലവനായ ദൈവവുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കാണുന്നത് ഈ മനുഷ്യൻ, അല്ലെങ്കിൽ ഈ 16-ാം അധ്യായത്തിൽ കാണുന്ന കാര്യസ്ഥൻ, അവനൊരു നല്ല കാര്യസ്ഥനൊന്നുമല്ല. നല്ല കാര്യസ്ഥനാണെങ്കിൽ അവൻ വിശ്വസ്തയോടെ കാര്യങ്ങൾ ചെയ്യും. എന്നാൽ ഇവൻ അവിശ്വസ്തയോടാണ് ചെയ്യുന്നതെങ്കിലും ഇവനെ യജമാനൻ പ്രശംസിക്കുന്നത് നീതിപൂർണമല്ലാത്ത അവൻ്റെ പ്രവർത്തനത്തെ കണ്ടുകൊണ്ടല്ല, അവൻ്റെ ആ ഷ്രൂഡ്നെസ്. ലോകത്തിൻ്റെ മക്കൾ അവരുടെ കാര്യം സാധിക്കാനായിട്ട് ചെയ്യുന്ന ആ ഷ്രൂഡ്നെസ്സെ കണ്ടുകൊണ്ട് അതിനെ അഭിനന്ദിക്കുന്നു. അതാണ് അവിടുത്തെ വ്യത്യാസം. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ ചില കഥകളൊക്കെ കാണുന്നുണ്ട്, പാരബിൾസ് ഇതുപോലെ തന്നെ. അതിലൊന്ന് 100 ആടുകളുള്ള ഒരുവൻ്റെ ഒരാട് നഷ്ടപ്പെട്ടു. 15-ാം അധ്യായത്തിലോട്ട് നോക്കിയോ, ഒരാട് നഷ്ടപ്പെട്ടു, 100-ൽ 1 നഷ്ടപ്പെട്ടു. അതിൻ്റെ 7-ാം വാക്യത്തിൽ ആ ഉപമയുടെ സാരം കർത്താവ് പറയുന്നുണ്ട്. വായിച്ചാട്ടെ, 7-ാം വാക്യം 15-7. മാനസാന്തരം വേണ്ട എനിക്ക് എന്ന് പറഞ്ഞ് നടക്കുന്ന 99 മര്യാദക്കാരേക്കാൾ ദൈവത്തിന് പ്രിയം മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ചാണ് എന്നുള്ളതാണ് യേശു പറയുന്ന ആ പാരബിളിൻ്റെ അർത്ഥം.
അതുപോലെ രണ്ടാമതായിട്ട് പറയുന്നത് ലോസ്റ്റ് കോയിൻ. 10 നാണയമുണ്ട്, 1 നഷ്ടപ്പെട്ടു. അത് തിരഞ്ഞു കണ്ടുപിടിച്ചു. അതിനെക്കുറിച്ചുള്ള മർമ്മം കർത്താവ് അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. വായിച്ചാട്ടെ, വേഴ്സ് 10, 15:10. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പം മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ട്. അതാണ് ആ പാരബിളിൻ്റെ അർത്ഥം. അതൊന്നും വലിയ കോംപ്ലിക്കേഷൻ ഇല്ല. മൂന്നാമതായിട്ട് അവിടുത്തെ ഉപമ, 2 മക്കളുണ്ട് ഒരപ്പന്. ഒന്ന് മുടിയനാമ്പുത്രനായിപ്പോയി. മുടിയനാമ്പുത്രൻ നമ്മൾ അവൻ്റെ പേര് പറയുന്നത്. അവൻ നന്നായി മാനസാന്തരപ്പെട്ട് വന്നിട്ട് ഇപ്പോഴും നമ്മളെന്തോ അവനെ വിളിക്കുന്നേ, മുടിയനായ പുത്രൻ. അപ്പോൾ അവിടെ ഈ മുടിയനാമ്പുത്രൻ്റെ കഥ പറയുന്നിടത്ത് മാനസാന്തരത്തെക്കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ? നഷ്ടപ്പെട്ട മകൻ്റെ ഉടുപ്പ്. പക്ഷേ അവിടെ മാനസാന്തരം, ഈ 3 കഥയുടെയും സാരം മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. പക്ഷേ മൂന്നാമത്തെ പാരബിൾ പറയുന്നിടത്ത് മാനസാന്തരപ്പെട്ടു എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. കാരണം എന്താ? അപ്പോൾ മാനസാന്തരപ്പെട്ടതുകൊണ്ടാവും മടങ്ങി വന്നത്. അപ്പോൾ ആ കഥ കേൾക്കുമ്പം തന്നെ കേൾവിക്കാരനറിയാം ഇവൻ മാനസാന്തരപ്പെട്ടു. പന്നിയുടെ വാളവര തിന്നുകൊണ്ടിരുന്നപ്പോഴും അവൻ്റെ ഒരു മാനസാന്തരം ഉണ്ടായി. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകർ തിന്ന് തൃപ്തരാകുന്നു, ശേഷിച്ച് വയ്ക്കുന്നു. ഞാനിവിടെ വാളവര കൊണ്ട് പോലും എനിക്ക് വയറ് നിറയുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് ചെല്ലും. ഞാൻ എൻ്റെ അപ്പനോട് എൻ്റെ കാര്യം പറയും. ഞാൻ സ്വർഗത്തിലോട് നിന്നോടും പാപം ചെയ്തു എന്ന് ഞാൻ പറയും എന്നെല്ലാം ഒരു നല്ല ഒരു മാനസാന്തരത്തെക്കുറിച്ചുള്ള ഒരു ലെറ്ററൊക്കെ എഴുതി കൊണ്ടുപോയി. നമ്മുടെ ആ സ്നാനത്തിന് പിള്ളേരൊക്കെ ചില പോയിന്റുകളൊക്കെ പറഞ്ഞതുപോലെ ചിലർ കുറിച്ചു, ചിലർ കുറിക്കാതെയൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെല്ലാം ഇറങ്ങി വരുന്ന ഉടനെ നമ്മുടെ സേല എവിടെ നിന്ന് പറയും, യു ഡിഡ് എ ഗുഡ് ജോബ്, ഡിഡ് എ ഗുഡ് ജോബ്. ഓരോരുത്തരും ടെസ്റ്റ് വേണ്ടി പറഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അവൾ എൻകറേജ് ചെയ്യാണ്, ഡിഡ് എ ഗുഡ് ജോബ് എന്ന് പറഞ്ഞതുപോലെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ട്. ഈ കഥ പറയുമ്പം ഈ മോൻ, ഈ മുടിയനമ്പുത്രൻ നമ്മൾ പറയുന്ന പുള്ളി മാനസാന്തരപ്പെട്ടു. അപ്പം മാനസാന്തരം എന്നുള്ളതാണ് അവിടുത്തെ കീ തിങ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആരംഭം മാനസാന്തരത്തിലാണ് തുടങ്ങുന്നത്. ഈ ലോകത്തിന് അനുരൂപമായിട്ട് ഞാൻ ജീവിച്ചത് എനിക്ക് മതി, എനിക്ക് എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ആ മാനസാന്തരം കൊണ്ട് തീർന്നോ? ഓരോ ദിവസവും ദൈവമക്കൾ മാനസാന്തരപ്പെടണം. സ്നേഹക്കുറവ് തോന്നിയാൽ മാനസാന്തരപ്പെടണം. കർത്താവേ, സ്നേഹത്തിലേക്ക് എന്നെ വഴി നടത്തണമേ. ഏതെങ്കിലും ഒരു കുറവുണ്ടെന്ന് ബോധ്യം വരുമ്പോൾ നമുക്ക് മാനസാന്തരപ്പെടണം. കർത്താവേ, നീ ഇച്ഛിക്കുന്ന പാതയിലേക്ക് എന്നെ കൊണ്ടുവരണമേ. ഈ രീതിയിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും മാനസാന്തരപൂർണ്ണമായിരിക്കണം എന്നുള്ള ഊന്നല് മാനസാന്തരത്തോടുള്ള ബന്ധത്തിൽ ദൈവം പറയുന്നു. എന്നാൽ ഈ 16-ാം അധ്യായം അവിടെ നമ്മൾ കാണുന്നത് റിച്ച് മാൻ ആൻഡ് സ്റ്റുവേർഡ്, അവൻ്റെ കാര്യസ്ഥൻ. ഈ ഞങ്ങളുടെ റാന്നിയിലാണേലും പല ആളുകൾ പണമുള്ളവരൊക്കെ അവർക്ക് ഓരോ കാര്യസ്ഥന്മാർ കാണും. വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും ബിസിനസ്സിൻ്റെ കാര്യം നോക്കാനും ഒക്കെ ആയിട്ടൊരു കൊച്ചു കാര്യസ്ഥനെ ആക്കും. ആ പുള്ളിയാണ് എല്ലാം ചെയ്യുന്നത്. എന്തെങ്കിലും പണപ്പിരിവിനോ എല്ലാം ചെന്നാൽ അവർ കാണുന്നത് ഈ ബോസിനെയല്ല, പിന്നെ കാണുന്ന ആരെയാണ്? ഈ കാര്യസ്ഥനെയാണ് കാണുന്നത്. അപ്പോൾ കാര്യസ്ഥനാണ് വലിയ പുള്ളിയാവൻ. ദൈവനാമത്തിന് മാത്രം ഉണ്ടാക്കട്ടെ. സൂമിലൂടെ കാണുന്നവർക്കായ ദൈവത്തെ സ്തോത്രം. 6-7 പേരുണ്ട് ഈ സൂമിലും കേട്ടോ. അപ്പോൾ ഇവിടെ ആൾ കുറവാണെങ്കിലും ധാരാളം പേര് സൂമിലുമുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കണം. എല്ലാവർക്കായും ദൈവത്തെ സ്തോത്രം. അപ്പോൾ ഈ 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഈ സ്റ്റുവേർഡ്, ഇവിടുത്തെ സ്റ്റുവേർഡ് വേണ്ട രീതിയിൽ അവൻ്റെ ദൗത്യം ചെയ്തില്ല. അവൻ എന്തൊക്കെയോ വിളച്ചിൽ കാണിച്ചു. യജമാനൻ ഇത് ആരൊക്കെയോ പറഞ്ഞു വിവരം പിടികിട്ടി. അപ്പോൾ പുള്ളി അവനെ വിളിച്ചു, കമോൺ ഓവർ. അവൻ്റെ പേര് വിളിച്ച് പറഞ്ഞു, നീ വരാൻ പറഞ്ഞു. എന്നുവെച്ച് പറഞ്ഞു, നിന്നെ ഞാൻ ഫയർ ചെയ്തിരിക്കുന്നു, എന്നാൽ നിൻ്റെ കണക്ക് എൻ്റെ കൊണ്ട് തരാൻ പറഞ്ഞു. കണക്ക് പുസ്തകം കൊണ്ട് തന്നേച്ച് വീട്ടിൽ പോകുമോ, നിന്നെ ഞാൻ ഫയർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതാ പുള്ളി പറഞ്ഞ എൻ്റെ എസൻസ്. അപ്പോൾ ഇവൻ ചിന്തിച്ചേട്ടാ, ഞാൻ എന്തോ ചെയ്യും? ഞാൻ ഇത്രയും നാൾ കണക്ക് പുസ്തകവും പേനായുമായിട്ട് നടന്നു, കണക്കൊക്കെ എഴുതി, അക്കൗണ്ടൊക്കെ കുറിച്ചു. കിളച്ചാൽ ജീവിതമാർഗം ഉണ്ടാക്കാം, പക്ഷേ എനിക്ക് അതിനുള്ള കെപ്പില്ല, അതിനുള്ള പരിചയമില്ല. ഇരക്കാമെന്ന് വെച്ചാൽ എൻ്റെ അഭിമാനബോധം അതിന് കഴിയുന്നില്ല. കാരണം ഞാൻ കാര്യസ്ഥനായിട്ടൊക്കെ ഇത്ര നാൾ നടന്നത്. എന്തോ ചെയ്യും? ഞാൻ കുറേ നേരം ചിന്തിച്ചടിച്ച് പുള്ളി അരിച്ചു. ഒരുത്തനെ വിളിച്ചു,
ഈ യജമാൻ ഓഫ് ചെയ്യാനുള്ളത് എത്രയാടാ? അന്നേരം പറഞ്ഞു, ഞാൻ 100 ബോട്ടിൽ എണ്ണ യജമാന് കടപ്പെട്ടിരിക്കുന്നു, ഇങ്ങോട്ട് നിൻ്റെ ചീട്ട്, നിൻ്റെ കടച്ചീട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ 100 എന്നുള്ളത് വെട്ടി 50 ആക്കി. അവനങ്ങ് വലിയ സന്തോഷമായി. എന്നാൽ പിന്നെ ഞാൻ ഇപ്പം തന്നെ ഒരൊക്കമായിട്ട് 50 അങ്ങ് തീർത്തേക്കാം, അപ്പോൾ പിന്നെ കടമില്ലല്ലോ. ഗോതമ്പ് കടപ്പെട്ടിരിക്കുന്നതോട് ചോദിച്ചു, നീ എത്ര ഇടാ കടപ്പെട്ടിരിക്കുന്നത്? ഞാൻ 100 പറ. നെല്ല് അല്ലെങ്കിൽ ഗോതമ്പ് കടപ്പെട്ടിരിക്കുന്നു, അത് നിൻ്റെ ചീട്ടിങ് കൊണ്ടുപോവാ. 9 എന്നുള്ളത് വെട്ടി 80 എന്നാക്കി. എന്തോ ഒരു മിടുക്കനായവൻ. ഇങ്ങനെ 100 കടക്കാരുണ്ടെങ്കിൽ അവരുടെ എല്ലാം കടത്തിൻ്റെ ചീട്ട് കൊണ്ടുവന്നിട്ട് അത് പകുതിയും 75% ഒക്കെ ആയിട്ട് മാറ്റിയിട്ട് ഇവൻ കൊടുക്കുക. അപ്പോൾ ഇവർക്കും എല്ലാം തൃപ്തിയായില്ലേ? എന്തൊരു നല്ല മനുഷ്യൻ. ഞങ്ങളുടെ കടങ്ങളെല്ലാം കുറച്ച് തന്നിരിക്കുന്നു. ഇവൻ എത്ര നല്ലവൻ. ഇവനൊരു കൈമടക്ക് കൊടുക്കാതിരിക്കുമോ ഇത്രയും ഔദാര്യം കാണിച്ചതിന്? അപ്പോൾ ഇവൻ ബുദ്ധിയുള്ളവനല്ലേ? അപ്പോൾ യജമാനോടുള്ള ബന്ധത്തിൽ പറയാണ്, കൊള്ളാം, ഇവൻ മിടുക്കനാ, ഇവന് മിടുക്കനാ, അവന് നല്ല കാര്യം ചെയ്തു. കർത്താവ് ഒരു യഹൂദനാണ്. യഹൂദന്മാർക്കൊക്കെ നല്ല ബിസിനസ് മാനേഴ്സൊക്കെ അറിയാം അല്ലേ? യേശു അതാ പറഞ്ഞേ, 3 പേരെ വിളിച്ചിട്ട് ടാലൻ്റ് കൊടുക്കുക. ഒരുത്തിന് 10 താലന്ത് കൊടുത്തു, വേറൊരുത്തിന് 5 താലന്ത് കൊടുത്തു, വേറൊരുത്തിന് 2 താലന്ത് കൊടുത്തു. ഈ കഥയൊക്കെ യേശു പറയണമെങ്കിൽ യേശു ഒരു ബിസിനസ്മാനാണ്. ആശാരിപ്പണിയൊക്കെ ചെയ്ത് നല്ല ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല മിടുക്കനായിട്ട് പോയ ഒരു ചെറുപ്പക്കാരനാണ് യേശു. യേശു ആ പഴയ ജൂവിഷ് ഭവനത്തിൽ ജനിച്ചു വളർന്നവനാണ്. ബിസിനസ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള നല്ല അറിവുണ്ട്. അപ്പോൾ ഈ താലന്തുകൾ, 5 ഉള്ളവൻ 5 കൂടെ ഉണ്ടാക്കണം, 2 ഉള്ളവൻ 2 കൂടെ ഉണ്ടാക്കണം, 1 കിട്ടുവൻ മോശക്കാരൻ, അവനെ ദുഷ്ടദാസൻ എന്നാണ് വിളിക്കുന്നത്. അവനെ അത് കുഴിച്ചിട്ടു, ഒന്നും ചെയ്തില്ല. കർത്താവിൻ്റെ പോയിൻ്റ്, നിനക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു നീ അതുകൊണ്ട് ക്രയവിക്രയം ചെയ്യണം. യജമാനന് നീ ലാഭം ഉണ്ടാക്കണം എന്നുള്ളതാണ് കർത്താവിൻ്റെ ദൗത്യം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ സോഴ്സുകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സമയമാണ്. ദൈവം വളരെ വിശ്വസ്തനാണ്. ലോകത്തിലുള്ള ആർക്കും 24 മണിക്കൂർ അല്ലാതെ 24.5 മണിക്കൂർ ആർക്കും കൊടുത്തിട്ടില്ല. 23.5 മണിക്കൂർ ആർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് സമയമില്ലെന്ന് ആർക്കെങ്കിലും പറയാനൊക്കെ, എന്നേക്കാൾ കൂടുതൽ സമയം മറ്റേ ആൾക്ക് കിട്ടിയെന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? എല്ലാവർക്കും ഉണ്ട് 24 മണിക്കൂർ. അപ്പോൾ ആ 24 മണിക്കൂർ കൊണ്ട് നമ്മളെന്ത് ചെയ്തു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. രണ്ടാമതായിട്ട് താലന്തുകൾ. താലന്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരിലും ഓരോ കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. എത്ര കഴിവുള്ള വ്യക്തി അല്ലെന്ന് ഞാൻ പറയുന്ന ഒരു വ്യക്തി ഉണ്ടെന്നിരിക്കട്ടെ, എനിക്ക് വലിയ കഴിവൊന്നുമില്ല, അവർക്കും ഉണ്ട് ചില കഴിവുകൾ, ടാലൻസ്. ആ ടാലൻസ് സമയത്തെ കൃത്യതയോടെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ താലന്തുകളെ ഉപയോഗിക്കണം. മൂന്നാമതായിട്ട് ദൈവം പറയുന്ന ഒന്ന് പൊസഷൻ. നമുക്ക് വെൽത്ത്. ഞാൻ വലിയ സ്വത്തുകാരനൊന്നുമല്ല കേട്ടോ, പാവപ്പെട്ടവനാ. എടാ, പാവപ്പെട്ടവനാന്ന് പറഞ്ഞാലും നീ ജീവിച്ചു പോകുന്നുണ്ടല്ലോ, നീ കഞ്ഞി കുടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു പൊസഷൻ ഇല്ലാതെന്ന് നീ പറയുന്നിടത്ത് എന്തോ ഒന്നുണ്ട്, അതാണ് നിൻ്റെ പൊസഷൻ. ചിലർ വരെ എനിക്ക് സോഷ്യൽ സെക്യൂരിറ്റി ഉള്ളൂ, അത് സോഷ്യൽ സെക്യൂരിറ്റി ഇൻകം അല്ലേ. ചിലർ പറയും എനിക്ക് ഫുഡ് സ്റ്റാമ്പേ ഉള്ളൂ. ഞാൻ നമ്മുടെ ഒന്നും കൂട്ടത്തിലുള്ളവരുടെ കാര്യമല്ല പറയുന്നത്. ഫുഡ് സ്റ്റാമ്പ് മാത്രം കിട്ടി ജീവിക്കുന്നവരുണ്ട്. എടാ, ഫുഡ് സ്റ്റാമ്പ് ഇൻകമാ, അവിടെ ഉണ്ട്. 100% ഫുഡ് സ്റ്റാമ്പ് കിട്ടിയവർക്ക് 10% ദൈവത്തിനുള്ളതാണ്. വേറൊന്ന് ഇൻഫ്ലുവൻസ്, സ്വാധീനം. സ്വാധീനമില്ലാത്ത ആരുമില്ല. കുറേയൊക്കെ സ്വാധീനത്തിനൊക്കെ ഏറ്റക്കുറവ് കാണും. ഞാനീ പറഞ്ഞ എല്ലാത്തിനും ഏറ്റക്കുറച്ചിലുണ്ട്. സമ്പത്തിന് ഏറ്റക്കുറച്ചിലുണ്ട്, അതുപോലെ കഴിവുകൾക്ക് ഏറ്റക്കുറച്ചിലുണ്ട്, ഇൻഫ്ലുവൻസുകൾക്ക് ഏറ്റക്കുറച്ചിലുണ്ട്. പക്ഷേ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും എല്ലാവർക്കും ഈ പറഞ്ഞതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ബുദ്ധിപൂർവം കൃത്യതയോടെ നമ്മൾ ഈ ലോകത്തെ പരദേശികളാണ് എന്നറിഞ്ഞുകൊണ്ട് ദൈവവിഷയമായി ദൈവനാമ മഹത്വത്തിന് ഉപയോഗിക്കപ്പെടത്തക്ക രീതിയിൽ അതിനെ ഉപയോഗിക്കണമെന്നുള്ളതാണ്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ തിരുഹിതം. അതാണ് ഗുഡ് സ്റ്റുവേർഡിനെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, നമ്മുടെ ശബ്ദം.
നമ്മുടെ ശബ്ദം കൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ശബ്ദം കൊണ്ട് മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് പറയാം. നമ്മുടെ ശബ്ദം കൊണ്ട് മക്കളോടായിട്ട് അല്ലെ വേണ്ടപ്പെട്ടവരോടൊക്കെ ആയിട്ട് ദൈവത്തെ ആരാധിക്കണമെന്നും ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നും നമുക്ക് ഉത്സാഹിപ്പിക്കാം. ശബ്ദം ഒരു ഗിഫ്റ്റാണ്. അതുള്ളവരായി ഇവിടെ ഇരിക്കുന്നവരൊക്കെ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ മെൻ്റൽ എബിലിറ്റി, ചിന്തിക്കാനുള്ള കഴിവ്, ബുദ്ധി. അൾസൈമേഴ്സ് ഉള്ള എത്രയോ പേർക്ക് ചിന്തിക്കാൻ കഴിവുകേടുണ്ട്. ഓർമ്മക്കുറവുള്ള മനുഷ്യരുണ്ട്. പക്ഷേ ഓർക്കാൻ, ചിന്തിക്കുവാൻ, ആലോചിക്കുവാൻ, പ്രവർത്തിക്കാനൊക്കെയുള്ള കെപ്പ് നമ്മുടെ ബ്രെയിന് ദൈവം തന്നിട്ടില്ലേ? അത് നമ്മൾ ഉപയോഗിക്കുന്ന വിഷയത്തിൽ ദൈവത്തോട് നമ്മൾ കൃത്യതയുള്ളവരായിരിക്കണം. ദൈവത്തിന് പ്രയോജനമുള്ളതായി അതിനെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ് അതിന്ന് ദൈവം ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം. എൻ്റെ ഈ കൈക്ക് ഇച്ചിരി പ്രോബ്ലമുണ്ട് കേട്ടോ. എനിക്ക് നല്ല വേദനയുണ്ട് ഈ ഷോൾഡറിന്. അത്രയും വേദനയില്ല റൈറ്റ് ഷോൾഡറിന്. അപ്പം നേരത്തെ ഉള്ള അത്രയും സ്ട്രെങ്ത് ഷോൾഡറിനില്ല. അപ്പം ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ ഇപ്പം ചെയ്യാൻ ഒക്കത്തില്ലെങ്കിലും നമ്മുടെ ആരോഗ്യം ദൈവനാമമഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടണം. ക്രിയേറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ദൈവത്തിന് ഇഷ്ടമാണ്. അത് ഉപയോഗിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങളും ദൈവനാമത്തിനായിട്ട് ഉപയോഗിക്കണം. അത് പണം മാത്രമല്ല എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് ഞാൻ കഴിവുകളുടെയും സമയത്തിൻ്റെയും ഓരോന്നിൻ്റെയും കാര്യം പറഞ്ഞതെന്ന് ഓർക്കണം. നമ്മുടെ ദൈവം സ്നേഹമുള്ളവനാണ്. ഈ സ്നേഹമുള്ളവൻ എന്ന് മാത്രമേ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് അർത്ഥമുള്ളൂ. സ്നേഹവാനായ ദൈവം ഒരു റൈറ്റ്യസ് ജഡ്ജ് കൂടാണ്. ജഡ്ജിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ജഡ്ജിന് നീതിപൂർവ്വമല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് സ്നേഹവാനായ ദൈവം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ള നിയമം കിടക്കുന്നത് കൊണ്ട് ഷോർട്ട് കട്ട് ഒന്നും നോക്കാതെ തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കാൻ ഏൽപ്പിച്ചു തന്നു. കാരണം പാപമില്ലാത്ത രക്തത്തിന് മാത്രമേ പാപിയുടെ പാപം കലർന്ന രക്തത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് അവനെ ഉദ്ധരിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കേണ്ടി വന്നത്. അപ്പോൾ ദൈവം ഷോർട്ട് കട്ട് നോക്കുന്നവനല്ല, നീതി പ്രവർത്തിക്കുന്ന സ്നേഹവാനായ ദൈവമാണ്. പലരും ചോദിക്കുക, എന്തിനാ ഇതൊരു നരകം? ഈ സ്നേഹവാനായ ദൈവം ഒരു നരകം എന്തിനുണ്ടാക്കി? മനുഷ്യരെ എന്തിനു നരകത്തിലിടണം? അവൻ കഷ്ടപ്പെടുന്നത് ദൈവത്തിന് ഇഷ്ടമാണോ ഇത്ര സ്നേഹവാനായ ദൈവമാണെങ്കിൽ എന്നൊരു ചോദ്യം വരാം. സ്നേഹവാനായ ദൈവം ഒരു നീതിമാനാണെങ്കിൽ പാപത്തിന് ശിക്ഷ കൊടുത്തേ ഒക്കൂ. ദൈവം പാപത്തിന് മോചനത്തിനായിട്ടൊരു കാര്യം ഒരുക്കി കൊടുക്കുമ്പോൾ ആ മോചനത്തിനുള്ള വക വെളിപ്പെട്ട് കിട്ടുമ്പോൾ അതിനെ സ്വീകരിക്കാത്തവർക്ക് ശിക്ഷ കൊടുക്കാതെ ഇരുന്നാൽ ഈ സ്നേഹവാനായ ദൈവത്തിൻ്റെ നീതി എവിടെ പോവും? അതുകൊണ്ടാണ് ശിക്ഷയും നരകവും ഒക്കെ ഉള്ളത്. ദൈവം സ്നേഹവാനാണ്, അപ്പോൾ തന്നെ താൻ നീതിമാനാണ് എന്നുള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കള്ളന്മാരുടെ കഥ കേട്ടിട്ടുണ്ട്. ഈ ഇറ്റലിയിൽ, റോമിലൊക്കെ ഈ തസ്കരന്മാരുണ്ട്, ഈ കടക്കൊള്ളക്കാരെ പോലെ. അവർ വന്ന് വലിയ മൊണാസ്ട്രികളൊക്കെ നടത്തുന്ന അച്ഛന്മാരുണ്ട്, അച്ഛന്മാരും ബ്രദേഴ്സും ഒക്കെ ഉണ്ട്. അവിടെ വന്നിട്ട് പറയും, ഞങ്ങൾക്ക് മോചന ദ്രവ്യം തരണം. ഒന്നിൽ പണം, അല്ലെങ്കിൽ സ്വർണം, സിൽവർ, ഇതൊക്കെ തന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അല്ല നിങ്ങളുടെ സഹോദരന്മാരെയൊക്കെ ഞങ്ങൾ വെട്ടിക്കൊല്ലും, പിള്ളേരെയും കൊല്ലും. ഇവിടെയൊക്കെ അവിടെ വേറെ പിള്ളേരുമുണ്ട്, വിവാഹമൊക്കെ കഴിച്ചവരും അവിടെ ഉണ്ട്. അവരുടെ പിള്ളേരെയും കൊല്ലും, ആണുങ്ങളെയും കൊല്ലും, നിങ്ങളെല്ലാം ഞങ്ങൾ നശിപ്പിക്കും. അല്ലെങ്കിൽ ഇത് തരണം, ഇത് തന്നോണം. എത്ര? അവർ ചോദിക്കുന്ന പണം, അവർ ചോദിക്കുന്ന സിൽവർ, അവർ ചോദിക്കുന്ന സ്വർണം കൊടുക്കണം എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് മോചനം ഈ ദ്രവ്യം തന്നാൽ മാത്രം പോരാ, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാമെന്നുള്ള ഒരു റിലീസ് ലെറ്റർ കൂടെ തരണം. ഓരോരുത്തരുടെയും വന്ന കള്ളന്മാർക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും കൊടുക്കണം. അപ്പോൾ അവരുടെ ധാരണ ഈ മങ്സ് ഒരു പാപമോചന ചീട്ട് കൊടുത്താൽ പാപമോചനം കിട്ടി. അപ്പോൾ പാപവും ക്ഷമിച്ചു, സ്വർഗത്തിലും പോകാൻ, കൊള്ളയടിക്കാൻ വന്നത് നേടിയെടുക്കുക. ഇത് ഞാൻ കള്ളക്കഥകൾ പറഞ്ഞതല്ല, ഇങ്ങനത്തെ അനേക സംഭവങ്ങളുടെ ഇറ്റലി നടന്നിട്ടുണ്ട്. തസ്കരന്മാർ വന്ന് മൊണാസ്ട്രികൾ ആക്രമിക്കും. കാരണം മൊണാസ്ട്രികളിൽ പലയിടത്തും നല്ല സ്വത്തുകളുണ്ട്. എന്നാൽ അങ്ങനെയുള്ളൊരു ദൈവമല്ല നമ്മുടെ ദൈവം. അങ്ങനെ ഒരു പാപമോചന ചീട്ട് കിട്ടിയാൽ
അച്ഛന്മാരിൽ നിന്നോ പാസ്റ്റർമാരിൽ നിന്നോ ബിഷപ്പിൽ നിന്നോ പോപ്പിൽ നിന്നോ കിട്ടിയ പാപം ക്ഷമിച്ചു കൊടുക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം എന്നുള്ളത് നമുക്കറിയാം. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇവിടെ ഈ മനുഷ്യൻ വളരെ ബുദ്ധിപൂർവ്വം ചെയ്യുകയാണ്. അവൻ എന്ത് ഉദ്ദേശിച്ചതേ ഉള്ളൂ, എനിക്ക് കിളയ്ക്കാൻ പോകാൻ ഒക്കത്തില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല, എനിക്ക് തെണ്ടാൻ പറ്റത്തില്ല, കാരണം അതെൻ്റെ അഭിമാനത്തിന് ക്ഷീണമാണ്. എന്നാൽ പിന്നെ എനിക്ക് ഇവരിൽ നിന്ന് ഫേവർ വേണം. ഫേവർ വേണമെങ്കിൽ 50 ബോട്ടിൽ എണ്ണ 100 50 കിട്ടിയവൻ എങ്ങനെയായാലും എന്നോട് കാരണം കാണിക്കാതിരിക്കത്തില്ല, അവൻ എന്നെ ചേർത്തുകൊള്ളും. ഇങ്ങനെ അവൻ ബുദ്ധിപൂർവ്വം ചെയ്തു എന്നുള്ളതാണ് അവനെക്കുറിച്ചുള്ള ഗുണമായിട്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന ഈ ലോകത്തിൻ്റെ അവസ്ഥയാണ്. ഈ ലോകത്തിലെ ലൈഫ് എന്ന് പറയുന്ന ഒരു നല്ല കാര്യമാണ്, നല്ലൊരു സോഴ്സാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലം കിട്ടാൻ ഈ ഷോർട്ട് ലൈഫ് വളരെ പ്രയോജനപരമാണ്. ഈ ഭൂമിയിൽ നാം ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതിനും അനുസരിച്ചാണ് പ്രതിഫലം ലഭിക്കുന്നതും പ്രതിഫലം ലഭിക്കാതിരിക്കുന്നതും. അപ്പോൾ ഈ ജീവിതത്തിന് വളരെ പ്രാധാന്യതയുണ്ട്. ചിലർ പറയും എനിക്ക് അങ്ങ് പോയാൽ മതിയായിരുന്നു. എടാ, നിനക്ക് 4 ദിവസം കൂടെ ഉണ്ട്, 4 ദിവസം കൂടെ ദൈവസന്നിധി പ്രാർത്ഥിക്കത്തില്ലേ? ആ പ്രാർത്ഥനയ്ക്കും പ്രതിഫലമുണ്ട്. അപ്പോൾ വേദനയോടാണെങ്കിലും ശരീരക്ലേശത്തോടാണെങ്കിലും പ്രാർത്ഥിച്ച് ദൈവം തരുന്ന അത്രയും ആയുസ് ജീവിച്ചിരിക്കുന്നതല്ലേ ബുദ്ധിപരം. നേരത്തെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സൂയിസൈഡൽ ടെൻഡൻസി അല്ലേ? ദൈവം തന്നിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനുകൊണ്ട് പ്രതിഫലം, ലോക സുവിശേഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലുണ്ട് പ്രയോജനം. അപ്പോൾ ആ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ബുദ്ധിപരമായി നമ്മുടെ സമയത്തെ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഗ്രേവിന് അപ്പുറം കഴിഞ്ഞാലും നമുക്ക് ലഭിക്കാനിരിക്കുന്ന അവസ്ഥയ്ക്ക് വേണ്ടി ഇവിടെയുള്ള കാര്യങ്ങളെ ഫലവത്തായി ബുദ്ധിപരമായി ഉപയോഗിക്കണമെന്നുള്ള ഒരു ബുദ്ധിയുടെ പഠിപ്പിക്കലാണ് കർത്താവ് ഉപമയിലൂടെ നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ മനുഷ്യന് നല്ലപോലെ അറിയാം, എന്നെ ഇപ്പം യജമാനൻ വിളിക്കും, എത്ര ദിവസം ഉണ്ടെന്നേ ഉള്ളൂ അറിയാൻ വയ്യാത്തെ, അക്കൗണ്ട് ബോധിപ്പിക്കാനായിട്ട് വിളിക്കും. അപ്പോൾ അക്കൗണ്ട് എനിക്ക് കൊടുക്കണം. നമ്മൾ പാപിയായിരുന്നാലും പരിശുദ്ധനായാലും നമ്മുടെ അക്കൗണ്ട് കൊടുക്കേണ്ട ഒരു ദിവസം വരും. ഞാനൊരിക്കൽ ഒരു വലിയ സഭയുടെ നേതാവായിട്ടുള്ള ഒരാൾ മരിച്ചുപോയ ഉടനെ ചുരുങ്ങിയ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആരോഗ്യത്തോടിരുന്ന അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയും മരിച്ചുപോയി. അപ്പോൾ ഇത് രണ്ടും കണ്ടുകൊണ്ട് അവരുടേത് കൂട്ട് തന്നെ പയനിയറായിട്ടുള്ള വേറൊരു ഉപദേശി ഫലിതോക്തിയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആദ്യം മരിച്ച വലിയ പാസ്റ്ററോട് ദൈവം പറഞ്ഞു, നിൻ്റെ അക്കൗണ്ട് ഇവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, എനിക്കൊന്നും അറിയാൻ വയ്യ, എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിക്കുമാണ് എല്ലാം അറിയാവുന്നത്, എനിക്കൊന്നും അറിയാൻ വയ്യ. അപ്പോൾ പറഞ്ഞു, പ്രൈവറ്റ് സെക്രട്ടറി ഇവിടെ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ചുരുങ്ങിയ ദിവസം കണ്ട് നല്ല ആരോഗ്യത്തോടിരുന്ന പ്രൈവറ്റ് സെക്രട്ടറി പോകേണ്ടി വന്നു. ഇതൊരു കഥയാണ് കേട്ടോ. 2 മരണം നടന്നത് ശരിയാ, പക്ഷേ ഈ കഥ പറഞ്ഞത് ആ പുള്ളി ഒരു ഹാസ്യമായ രീതിയിൽ ഒരു കഥ പറഞ്ഞതാണ്, ഒരു പാസ്റ്റർ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നമ്മളെക്കൊണ്ട് കണക്ക് പറയിക്കുന്ന ഒരു ദിവസമുണ്ട്. നമുക്കിഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും നമ്മളെക്കൊണ്ട് കണക്ക് പറയിക്കുന്ന ഒരു ദിവസം ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ബുദ്ധിപൂർവം നമുക്ക് ലഭിച്ചിരിക്കുന്ന സോഴ്സുകളെ ഉപയോഗിക്കണമെന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് തരുന്ന പ്രബോധനം. ഒന്ന്, നമുക്ക് പ്രാർത്ഥിക്കാൻ ആർക്കാ അറിയാൻ വയ്യാത്തേ? ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലി ആർക്ക് വേണം? ദൈവത്തിനതൊന്നും ആവശ്യമല്ല. നിൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നാൽ മതി. അന്ന പ്രാർത്ഥിച്ചപ്പോൾ വലിയ ശൈലിയിലാണ് പ്രാർത്ഥിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ അന്നയുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഭാഷ ശൈലിയോ പാണ്ഡിത്യമോ അല്ല ദൈവം ഇഷ്ടപ്പെടുന്നത്, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്, ദൈവവചനം വായിക്കുക, പഠിക്കുക. അത് ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവ വഴി അതുപോലെ എഴുതി വച്ചിരിക്കുന്ന ഒരു മാനുവലാണ് തിരുവചനം. അപ്പോൾ അത് നമ്മൾ വായിക്കുന്നതിൽ വിശ്വസ്തരായിരിക്കണം, ആരാധിക്കുന്നതിൽ വിശ്വസ്തത കാണിക്കണം. നമ്മൾ ആരോഗ്യമുണ്ട്, നമുക്ക് ആരാധനയ്ക്ക് വരാമെങ്കിൽ ഒരിക്കൽ പോലും വരാതിരിക്കരുത്. ഇപ്പോൾ ജോലിയൊക്കെ ഉള്ളവർക്ക് വരാനൊക്കത്തില്ല, അത് വേറെ കാര്യം. അല്ലാതെ വീട്ടിൽ ഇരിക്കാൻ പാടില്ല. നമ്മൾ കടന്നു വന്ന് ഒന്നിച്ച് ആരാധിക്കണം, ഒന്നിച്ച് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദാവീദ് പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ അധികം പേരില്ലെങ്കിലും ഉള്ളവരൊന്നിച്ചു കൂടി ദൈവത്തെ ആരാധിക്കണം. അതുപോലെ ഫെലോഷിപ്പ് ദൈവത്തിന് ഇഷ്ടമാണ്. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലാണ് പറയുന്നത്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര മനോഹരമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആരാധിക്കാൻ ഒന്നിച്ചു കൂടിയെങ്കിൽ ചിലപ്പോൾ ഫെലോഷിപ്പ് ഉണ്ട്, ഫെലോഷിപ്പിൽ ഒന്നിച്ചു കൂടി ദൈവത്തിന് മഹത്വമാണ്, ദൈവത്തിന് ഇഷ്ടമാണ്.
നമ്മളൊക്കെ സഹോദരന്മാർ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും നല്ല കാര്യങ്ങളായിരിക്കണം പറയേണ്ടതെന്നേ ഉള്ളൂ. പ്രയോജനീഭവിക്കുന്ന കാര്യങ്ങളായിരിക്കണം ഷെയർ ചെയ്യേണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, ഈ മാമൻ എന്നാണ് പണത്തെ എബ്രായർ വിളിച്ചിരുന്നത്. മാമൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനോട് സാമ്യമുള്ളൊരു പേരുണ്ട് ഇപ്പം ഇല്ല, മാമൻ മാപ്പിള എന്നൊക്കെ. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. മാമോൻ എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ വേറൊരു പേരാണ് മാമൻ എന്ന് പറഞ്ഞാൽ ലോകപ്രകാരമുള്ള റിച്ചസ് എന്നുള്ള അർത്ഥമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് പറയാണ്, ഈ രണ്ട് യജമാനന്മാരെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയില്ല, ഒരു പക്ഷത്ത് നിൽക്കും. അപ്പം നിങ്ങൾക്ക് മാമോനെയും ദൈവത്തെയും ഒരേ സമയത്ത് പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവ് അവിടെ വിശദീകരണം, അതും കേട്ടാൽ നമുക്ക് തോന്നും, എങ്ങനെയാടാ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്. എന്നിട്ട് പറയാണ്, അധാർമികതയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ മറ്റേ ലോകത്തേക്ക്, വരാനിരിക്കുന്ന ലോകത്തേക്ക് ഉണ്ടാക്കിക്കൊള്ളാൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് വേൾഡിയായിട്ടുള്ള ധനത്തെ നമുക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാനൊക്കത്തില്ല. അപ്പോൾ സ്വർഗത്തിൽ കൊണ്ടുപോകാവുന്ന രീതിയിൽ, ട്രാൻസ്ഫർ ചെയ്യത്തക്ക രീതിയിൽ സ്വർഗലോകത്തിലേക്ക് നമുക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഈ ധനത്തെ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ മിഷൻ ഫീൽഡിൽ ചെലവഴിക്കുന്നതിലൂടെ, നമ്മൾ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ചെലവഴിക്കുന്നതിലൂടെ നമുക്ക് മറ്റ് വരാനിരിക്കുന്ന, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്യൂമ്പിനപ്പുറത്ത് മരണാനന്തരമുള്ള ജീവിതത്തിലേക്ക് നമ്മുടെ നിക്ഷേപത്തെ ഒഴിവാക്കുവാൻ ഇവിടെയുള്ള നമ്മുടെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ധനം, അങ്ങനെയുള്ള ദോഷമുള്ള മാമോനെ കൊണ്ട് വരാനിരിക്കുന്ന ലോകത്തിലേക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവാനാണ് ദൈവം പറഞ്ഞത്. 10 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചേ, 10 തൊട്ട് 12 വരെ. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ നമ്മുടെ സമയം, നമുക്ക് ലഭിക്കുന്ന താലന്തുകൾ, നമുക്ക് തന്നിരിക്കുന്ന ഇൻഫ്ലുവൻസ്, നമുക്ക് തന്നിരിക്കുന്ന പണം, ഇതെല്ലാം കൊണ്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുവാൻ നമ്മൾ സീരിയസ് ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രബോധനം. പ്രൈസ് ദ ലോർഡ്. നമ്മളെല്ലാം അക്കൗണ്ട് ദൈവസന്നിധി കൊടുക്കേണ്ട ഒരു സുദിനമുണ്ട്. അതിനാൽ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസ്ഥകളെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാധീനത്തെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന പണത്തെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇൻഫ്ലുവൻസ്, ഇതെല്ലാം നിത്യതയ്ക്ക് വേണ്ടി പ്രയോജനീഭവിക്കത്തക്ക രീതിയിൽ നാം ഉപയോഗിക്കാൻ കടപ്പെട്ടിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ തരുണത്തിൽ ഇവിടെ ദശാംശവും കടന്നു വരുന്നുണ്ട്. നമ്മൾ പണത്തിലും വിശ്വസ്തരായിരിക്കണം എന്ന് പറയുമ്പോൾ, നമുക്ക് ലഭിക്കുന്ന $100 കിട്ടിയാൽ 10 ദൈവത്തിന് കൊടുക്കുന്നതാണ് ദശാംശം കൊടുക്കുക എന്ന് പറയുന്നത്. അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. 100 ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ കടപ്പെട്ടതാണ്. എന്നാൽ നാം ഒട്ടും കൊടുക്കാതെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ തിരിഹിതമല്ല. മിനിമം 10% നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിഞ്ഞിരിക്കുകയാണ്. അവരെല്ലാ കാര്യത്തിനും കൃത്യതയോടെ ദശാംശം കൊടുക്കുന്നവരാണ്. എന്നാൽ നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിഞ്ഞിരിക്കണം എന്നുള്ളത് ദൈവം പഠിപ്പിച്ച ഒരു പഠനമാണ്. അപ്പോൾ നമ്മളെല്ലാ കാര്യത്തിലും, നമ്മുടെ പണമാകട്ടെ, നമ്മുടെ സമയമാകട്ടെ, നമ്മുടെ സ്വാധീനമാകട്ടെ, നമുക്ക് തന്നിരിക്കുന്ന താലന്തുകളാകട്ടെ, ഇതെല്ലാം വരാനിരിക്കുന്ന ലോകത്തിന് വേണ്ടി പ്രയോജനീഭവിക്കുന്ന രീതിയിൽ വിശ്വസ്തയോടെ ഉപയോഗിക്കണം. കെയർഫുള്ളായിരിക്കണം. ആ കാര്യസ്ഥനെ പോലെ നമ്മൾ നമ്മുടെ സമയത്തെ ഉപയോഗിക്കണം. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കതയുള്ളവരുമായിരിക്കാൻ അതാ കർത്താവ് പഠിപ്പിക്കുന്നു. അതും എനിക്ക് പ്രയാസമുള്ളൊരു കാര്യമാണ്. അത് കേട്ടിട്ടുണ്ട്. എന്നാ പാമ്പിനെ പോലെ ബുദ്ധി? പാമ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് കൊണോട്ടേഷനാണ് തോന്നുന്നു. എന്നാൽ അവിടെ പറയാണ് പാമ്പിനെ പോലെ ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ ഷാർപ്പായിരിക്കണം, ഷ്രൂഡായിരിക്കണം. നമ്മുടെ കാര്യങ്ങളെ നമ്മൾ കൃത്യതയോടെ വരാനിരിക്കുന്ന ലോകത്തിന് പ്രയോജനീഭവിക്കുന്ന രീതിയിലാക്കി തീർക്കണം. അതിനുവേണ്ടി യത്നിക്കണമെന്നുള്ള ഒരു സന്ദേശമാണ് ഈ ഉപമയിലൂടെ ദൈവം തന്നിരിക്കുന്നത്. ഇതുമൂലം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.